നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കുറച്ച് തേങ്ങ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു അരമുറി തേങ്ങൻ്റെ പകുതി മതിയാവും കേട്ടോ. തേങ്ങ ഞാൻ പൂണ്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്ക കേട്ടോ. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്രാമ്പു, 1 ഏലക്ക, അത്രയും മതിയാവും, കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം തന്നെ വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വറുത്ത് കൊടുക്കുക കേട്ടോ. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റാണ് നമ്മളെ കറിയിലുണ്ടാവുക. ഒന്ന് ഗോൾഡൻ കളറായി വന്നോട്ടെ. അപ്പോൾ ഇതാ നല്ലോണം വറുത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചുവന്ന മുളക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സാധാ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ ചുവന്ന മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നല്ല ടേസ്റ്റ് കൊടുക്കും, നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കറിക്ക് തേങ്ങ വിട നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും കേട്ടോ, കൂടുതലാവണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ഒരു 2 വലിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നോട്ടെ. കുറച്ച് നല്ലോണം തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ. ഉള്ളി ഇവിടെ നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില കയ്യിൽ നിന്ന് ഉള്ളിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഇനിയിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയും അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് മൂടി വെച്ച് കൊടുത്താൽ മതി. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അത് ഉടഞ്ഞു വരും കേട്ടോ. ഇതേപോലെ കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു. എന്നിട്ട് അത് ഈ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ക്ലീൻ ആക്കിയ മുഴുവൻ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാൻ കുക്കറിലൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഇതേപോലെ വേവിച്ചാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പോൾ എപ്പോഴും ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കുക്കറിൽ വേവിക്കുകയെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നലില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ അത്യാവശ്യം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ ഈ ഒരു ഗരം മസാലപ്പൊടി കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മസാലപ്പൊടികളൊന്നും ഈ ഒരു ഗരം മസാലൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഗരം മസാലപ്പൊടി വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതിലേക്ക് ഇനി കസൂരി മേത്തിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ അടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഗരം മസാലപ്പൊടി നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. വേണ്ടവർ വാങ്ങിക്കുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.